ഇവരുടെ പറഞ്ഞോ, ആയത്ത് പറഞ്ഞോളൂ, ഹദീസ് പറഞ്ഞോളൂ, സ്വീകാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതുപോലെ പ്രവാചക പൂങ്കവൻ ഇബ്രാഹിം നബി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ? അതിനകത്ത് എങ്ങായി ഇവിടെ തെളിവ് പറഞ്ഞത് അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്താണ്. ഇബ്രാഹിം നബി മാത്രമല്ല, സകല നബിമാരും പെട്ടു. ഒരു നബിയായിട്ട് മാത്രമാകണ്ട, അത് പറഞ്ഞാൽ പറയും മറ്റു നബിമാരുണ്ടോ? അപ്പൊ അതിനെ റസൂലുള്ളാഹി തങ്ങൾ അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഒരു നബിയല്ല, ഒരുപാട് അർവാഹുൽ ആലിയ എന്ന ഇമാം റാസി വിശദീകരിച്ച്, റൂഹ് എന്നല്ല. അപ്പൊ ഒരു റൂഹല്ല, ഒരുപാട് ആത്മാക്കളോട് നിങ്ങൾ ഒരു സംശയമായിട്ട് നിൽക്കണ്ട. ഇബ്രാഹിം നബി ഉണ്ടോ, നൂഹ് നബി ഉണ്ടോ, അല്ല മൂസാ നബി ഉണ്ടോ, ഈസാ നബി ഉണ്ടോ എന്ന് ചോദിക്കണ്ട. എല്ലാ അർവാഹുൽ ആലിയത്തും പെട്ടു എന്നാ റാസി പറയുന്നത്. അതുകൊണ്ട് ഒരൊറ്റ ഇബ്രാഹിം നബിയിൽ മാത്രം ഒതുക്കണ്ട, പരിശുദ്ധാത്മാക്കളായ മുഴുവൻ ആളുകളോടും അള്ളാഹുവിന്റെ റസൂൽ സഹായം ചോദിക്കുന്നു. ഇമാം റാസി തഫ്സീറുൽ കബീർ 1-ാം വാല്യം 69-ാം പേജ്. ഇങ്ങനെയാണ് ഖുർആന്റെ ശരിയായ വ്യാഖ്യാനം. നബിയും സഹാബത്തൊക്കെ പഠിപ്പിച്ച വ്യാഖ്യാനം ഇതാണ്. നിങ്ങളുടെ സ്വന്തം വക വ്യാഖ്യാനം നമുക്ക് ആവശ്യമില്ല, മുസ്ലിം സമുദായത്തിനും അതിന്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് തിരിച്ചതാവൂല, മറ്റേ ആൾക്ക് തിരിയ, ഇയാൾക്ക് തിരിച്ചതാവൂല, മറ്റേ ആൾക്ക് തിരിയ. സ്വന്തം വ്യാഖ്യാനത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഇന്ന് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ഔലിയാക്കൾ ഉണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞ ഉദാഹരണമായിട്ട് നമുക്ക് ഓമാനൂർ സുഹദാക്കൾ എടുക്കാം. പുറകിന്ന് വന്ന വിറകിന്റെ കൊല്ലിന്റെ അടി തടുക്കാൻ സാധിക്കാത്ത അവരാണോ നമ്മൾ അഭൗതികമായ രൂപത്തിൽ വന്ന് സഹായിക്കുക എന്ന് പറയുന്നത്? അത് മഹാവിഡിത്താണ് നിങ്ങളാ ചോദിച്ചത്. അതായത് ഔലിയാക്കളോട് സഹായം ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകളാണോ അപ്പൊ നമ്മളെ സഹായിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എല്ലാവർക്കും അറിയാലോ, ബാബരി മസ്ജിദ് ഡിസംബർ 6 ദുരന്ത, അള്ളാന്റെ സ്വന്തം ഭവനമാണ് പള്ളി എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ ആ പള്ളിക്ക് മുകളിൽ കയറി പള്ളിയുടെ മുഴുവൻ താഴികക്കുടവും പൊളിച്ച് നിരപ്പാക്കിയപ്പോ എല്ലാ കഴിവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച്. എന്തേ അള്ളാഹുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? അള്ളാന്റെ സ്വന്തം പള്ളി പൊളിച്ചപ്പോ, സ്വന്തം വീട് പൊളിച്ചപ്പോ, അള്ളാന്റെ സ്വന്തം ഭവനം പൊളിച്ചപ്പോ എന്തേ അള്ളാന്റെ കഴിവൊക്കെ പോവേ? അപ്പൊ അള്ളാഹ് കഴിവില്ലാത്തത് കൊണ്ടല്ല, അതൊക്കെ പ്രയോഗിക്കേണ്ട ചില സന്ദർഭമുണ്ട്, ചില അവസരമുണ്ട്, അപ്പൊ പ്രയോഗിക്കും. അത് അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അങ്ങനെ. അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോഴല്ല ഒരു കറാമത്തും മുഴുവത്തും ഉണ്ടാക്കുക. അതിനൊക്കെ ചില അവസരങ്ങൾ അവർക്ക് തോന്നണം, അപ്പൊ ഉണ്ടാക്കും ചെയ്യും. ഉണ്ടായിട്ടുമുണ്ട്, ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതന്നെയാണ് എന്ന് വാഴ മുഹമ്മദ്. അള്ളാഹു ഹിദായത്തിലാക്കട്ടെ. അങ്ങനെ വരട്ടെ. അപ്പൊ രണ്ടാൾക്കാർ ഇപ്പൊ ഹിദായത്തിലായി. സഹോദരന്മാരെ ഈ മുഖാമുഖത്തിന്റെ തുടക്കം മുതൽക്ക് പറഞ്ഞിട്ടുള്ളത് 11:15 മുഖാമുഖത്തിന് പറഞ്ഞ സമയം 11:30 അതുകൊണ്ട് മുഖാമുഖം ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒരു കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്, സഹോദരന്മാരെ എല്ലാ ആളുകളും അടങ്ങിയിരിക്കണം. ഒരൊറ്റ കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വിഷയാവതരണം തൊട്ട് ഇവിടെ നടന്ന ചോദ്യവും ഉത്തരവും വിശദമായി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു. ഈ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തുമെങ്കിൽ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്ന ഇസ്ലാമികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഖുർആനിനും സുന്നത്തിനും വിധേയമാണെന്ന് ഈ മണിക്കൂറുകൾ നീണ്ടുനിന്ന മുഖാമുഖത്തിലൂടെ സഹോദരന്മാരെ ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ശ്രമിക്കണം. തെറ്റിദ്ധരിച്ച് ഏതെങ്കിലും ആളുകൾ വിദഈ വിഭാഗങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കണമെന്ന്, തിരിച്ചു വരണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുഖാമുഖത്തിന് മറുപടി മുഖാമുഖം മാത്രമാണ്. മുഖാമുഖത്തിന്റെ മറുപടി മുഖാമുഖത്തിലൂടെ മാത്രമായിരിക്കണം. മൈക്ക് കെട്ടിയിട്ട് വൺവയായിട്ട് ഗ്രൗണ്ടിലേക്ക് നോക്കി പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ മുഖാമുഖത്തിന് മറുപടി പറഞ്ഞു എന്ന് ആരെങ്കിലും കാളമൂത്ര പ്രസംഗം നടത്തിയാൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, മുഖാമുഖത്തിന്റെ മറുപടി മുഖാമുഖത്തിലൂടെയായിരിക്കണം. സുന്നി ചുണക്കുട്ടികൾക്ക് അവരുടെ സംശയങ്ങള് ധൈര്യമായി ചോദിക്കാനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന മുഖാമുഖം മാത്രമേ മുഖാമുഖത്തിന് മറുപടിയാവുകയുള്ളൂ. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എന്തെങ്കിലും പ്രസംഗിച്ച് ഞങ്ങളുടെ മുഖാമുഖത്തിന് മറുപടിയാണെന്ന് പറഞ്ഞാൽ അത് മറുപടി ആവുകയില്ലെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും സംശയങ്ങൾ ചോദിക്കാനുള്ള ധാരാളം സഹോദരന്മാരുണ്ട്. അതുകൊണ്ട് അവരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, പലർക്കും സംശയങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പുളിക്കലുള്ള മുജാഹിദുകള് അവര് ഔദ്യോഗികമായി യോഗം ചേർന്ന് കുറച്ച് മുജാഹിദ് കുട്ടികളെ ചോദ്യം പഠിപ്പിക്കുകയും അങ്ങനെ ചോദ്യം പഠിപ്പിച്ച മുജാഹിദ് കുട്ടികള് കഴിവിന്റെ പരമാവധി
വന്നിട്ട് അവര് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. കുറെ സമയം നിന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിനയപൂർവ്വം പറഞ്ഞു, ഞാൻ ഇരുന്നു കൊള്ളട്ടെയോ? ശരി, ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, സത്യം ബോധ്യപ്പെട്ടാൽ ഞാൻ സുന്നത്തി ജമാഅത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. അങ്ങനെ അദ്ദേഹം സുന്നത്തി ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. രണ്ടാമത്തെ ആള് ഹിദായത്തിന് വേണ്ടി ദ്വാർന്നു. ഈ രണ്ടാമത്തെ ആളും അതുപോലെയുള്ള ധാരാളം ആളുകളും ഇവര് സഹോദരന്മാരെ ചോദ്യം പഠിക്കുകയും പഠിച്ച ആളുകൾ ചോദിച്ച ചോദ്യം എവിടെയും എത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ പഠിപ്പിച്ച ആള് തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചോദിച്ചത്. പഠിപ്പിച്ച ആള് വന്നിട്ട് ചോദ്യം ചോദിച്ച് അവസാനം അദ്ദേഹവും പിരിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ രണ്ടാളുകൾക്ക് താൽക്കാലികമായി ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അവര് തിരിച്ചു പോയിട്ട് അങ്ങോട്ടെന്ന് തിരിച്ചു പോകുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും ഇപ്പോൾ അവർ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നതായിട്ട് പറഞ്ഞിട്ടും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഇനി അവർ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. സംശയം ചോദിക്കാൻ ഇനിയും അവസരം കിട്ടാത്ത ധാരാളം സഹോദരങ്ങൾ, അവരോട് വിനയപുരസ്സരം ഞങ്ങൾ പറയുന്നു. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി എഴുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ രചിച്ച ഫതാവ മുഹയ്യിസുന്ന 1ാമത്തെ വാള്യവും 2ാമത്തെ വാള്യവും ഇവിടെ വിൽപ്പനക്കുണ്ട്. വളരെ വിശദമായി തന്നെ ഓരോ ചോദ്യത്തിനും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഫിഖ്ഹ് ഗ്രന്ഥങ്ങളുടെയും വ്യക്തമായ അടിസ്ഥാനത്തിൽ മറുപടി പറയുന്ന ഈ ഗ്രന്ഥം നിങ്ങൾ സ്വന്തമായി വാങ്ങാൻ ശ്രമിക്കണം. വാങ്ങാൻ കഴിയാത്ത ആളുകൾ വാങ്ങിയ സുഹൃത്തുക്കളിൽ നിന്ന് ഓരോ കോപ്പി സംഘടിപ്പിച്ച് വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ചെറുകാവ് പഞ്ചായത്ത് SSF സംഘടിപ്പിച്ച മുഖാമുഖം ഇവിടെ സമാപിക്കുന്നു. തുടർന്ന് കാസർഗോഡ് മുഖാമുഖത്തിലെ ശ്രദ്ധേയമായ ഏതാനും രംഗങ്ങൾ. മലയാളത്തിലെ മികവുറ്റ ഇസ്ലാമിക വാരിക റിസാല വായിക്കുക, സന്ദേശവാഹകരാവുക. റിസാല വാരിക, സ്റ്റുഡന്റ് സെന്റർ, കോഴിക്കോട് 4. ഫോൺ 720436722104. സുന്നത്ത് ജമാഅത്ത് ആധികാരിക പഠനം. മാളിവയ്ക്കൽ സുലൈമാൻ സഖാഫിയുടെ പ്രൗഢമായ പ്രഭാഷണം. SSF പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ IPBയുടെ വിശിഷ്ടോപഹാരം 20 ഓഡിയോ കാസറ്റുകൾ. മാനേജർ IPB സ്റ്റുഡന്റ് സെന്റർ, കോഴിക്കോട് 4. ഫോൺ 720436. എന്റെ പേര് അബ്ബാസ് എന്നാണ്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ. ഇത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇത് സുന്നികളെ ബുക്കിലെന്ന് വേണ്ടി മുജാഹിദ് എന്നോട് പറഞ്ഞു. ഇതിനെ പറ്റിട്ടൊന്ന് വിശദീകരിച്ചു. സുന്നികളുടെ ബുക്കിലുള്ള ആ വരികളുടെ ശേഷമുള്ളത് കൂടി പാടാൻ ദയവായിട്ട് നിങ്ങൾ ആ മൗലവിയോട് പറഞ്ഞ കാര്യം പരിഹാരമാവും. അത് ഹിജ്റ 300 മുമ്പ് ശേഷം വന്നതാന്ന് പറഞ്ഞിട്ട് അല്പം കഴിഞ്ഞ് ആ ബുക്കിൽ തന്നെ കാണാം. അതുകൊണ്ട് എല്ലാവരും മൗലിദ് കഴിക്കേണ്ടതാ എന്നുകൂടി അതിലുണ്ട്. അല്ലാതെ കഴിക്കണ്ടെന്നല്ല പറയുന്നത്, കഴിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോ അതിന്റെ ബാക്കിയും അപ്പുറവും ഇപ്പുറവും വേണ്ടതുപോലെ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ അബദ്ധം അദ്ദേഹത്തിന് പിണഞ്ഞത്. ഏതായാലും പറഞ്ഞതെന്താണ്, സാധാരണഗതിയിൽ മുജാഹിദുകൾ അപ്രകാരം ഈ ആശയം പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് ചില ഗ്രന്ഥങ്ങളിൽ ആ പറഞ്ഞതിന്റെ വിവക്ഷ അത് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദ് ആദ്യമായി കഴിച്ചത് ഹിജ്റ 300 ശേഷമാണ് എന്നല്ല, മറിച്ച് മുളഫർ രാജാവ് എന്ന് പറയുന്ന ചരിത്രത്തിൽ വിശ്രുതനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഹിജ്റ 300 ശേഷമാണ് ജീവിച്ചിരുന്നത്. ആ രാജാവ് രാജകീയ പ്രൗഢിയോടെ നടത്തിയിരുന്ന അതിഗംഭീരമായ ഒരു മൗലിദ് പരിപാടിയെ കുറിച്ച് പറഞ്ഞിടത്താണ് പറയുന്നത്, ഇങ്ങനെ ഒരു മൗലിദ് പരിപാടി ഹിജ്റ 300 ശേഷമാണ്, മുളഫർ രാജാവാണ്, അവ്വലു മൻ അഹദസഹു അൽ മലിക്കുൽ മുളഫർ എന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതിന്റെ അർത്ഥം ഈ രാജകീയ പ്രൗഢിയോടെ നടത്തിയത് മുളഫർ രാജാവാണ് എന്നാണ്. അല്ലാതെ ആദ്യമായി മൗലിദ് നടത്തിയത് ഈ ഹിജ്റ 300 ശേഷമാണ് എന്ന് ആരെങ്കിലും ധരിച്ചു വട്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. എന്തുകൊണ്ട്? ഈ മൗലിദ് പരിപാടിയെ കുറിച്ചുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ മൗലിദ് പരിപാടി ഇന്നത്തെ വലിയ ഗംഭീര മൗലിദ് പരിപാടിയൊന്നുമല്ല.
മുദഫർ രാജാവ് നടത്തിയിരുന്ന മൗലിദ് പരിപാടിയെ കുറിച്ച് ബഹുമാനപ്പെട്ട സിബ്തുബ്നുൽ ജൗസിയുടെ മിർആത്തുസ്സമാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നു, ഹക്കാ ബഅ്ദു മൻ ഹളറ സിമഹത്തൽ മുദഫർ, മുദഫർ രാജാവിന്റെ ആ മൗലിദ് ഫീ ബഅ്ദിൽ മവാലിദി, ചില മൗലിദ് പരിപാടികളിൽ പങ്കെടുത്ത ആളുകൾ എന്നോട് പറഞ്ഞു. ഈ സിബ്തുബ്നുൽ ജൗസി പറയാം, എന്താണ് പറഞ്ഞത്? അന്നഹു അദ്ദ ഫീ തിൽക സിമാത്തി, അദ്ദേഹം ആ മൗലിദ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഭക്ഷണ പരിപാടികളുണ്ടല്ലോ, അതിലുള്ള തലികയിൽ ആ സുപ്രയിൽ അദ്ദേഹം അങ്ങനെ എണ്ണി നോക്കി. എണ്ണിയപ്പോ ഒരു 5000 ആട്ടും തല അദ്ദേഹം എണ്ണിന്നാ പറഞ്ഞത്. 5000 ആട്ടും തല അദ്ദേഹം എണ്ണി. ആടിനെ അറുത്ത ആ തിന്ന് പൊരിച്ച ആടിനെ, അല്ലാതെ പൊരിക്കാത്ത ആടിനല്ല, പച്ചയായ ആടിനല്ല, പൊരിച്ച ആടിനെ. പഴയ കാലത്ത് എന്റെ മൗലിദ് പരിപാടിയിൽ ആടിനെ അറുത്ത് പൊരിക്കലെന്ന് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും 5000 ആട്ടും തല അദ്ദേഹം എണ്ണി. അതുപോലെ തന്നെ ആലാഫി ദജാജ, ഒരു 10,000 കോഴി, അത് 10,000 ചില്ലറ, ഒരു 10,000 കോഴിയും അദ്ദേഹം ആ ഇതിൽ വെച്ച് ഇങ്ങനെ ഗംഭീരമായ ഈ മൗലിദ് പരിപാടിയിൽ അദ്ദേഹം ഇങ്ങനെ എണ്ണുകയുണ്ടായി. അതായത് ഒരു 30,000 ഹലുവ കഷ്ണം, നമ്മുടെ മധുര പലഹാരത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വളരെ വൈപുല്യമായ രാജകീയ പ്രൗഢിയോടെ നടത്തിയ മൗലിദ് പരിപാടിയെ കുറിച്ചാണ് ആ പറയുന്നത്. ഇങ്ങനെയുള്ള ആ രൂപത്തിലൊക്കെയുള്ള മൗലിദ് പരിപാടി ആദ്യം നടത്തിയത് മുദഫർ രാജാവാണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ മൗലിദ് ആദ്യമായിട്ട് ലോകത്ത് നടത്തിയത് മുദഫർ രാജാവാണ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം മുദഫർ രാജാവിന്റെ മൗലിദ് പരിപാടി ഞാൻ ഈ പറഞ്ഞത് ഹാഫിദ് സുയൂത്തിയുടെ അൽ ഹാദിയിൽ ഫത്താവയുടെ 1ാമത്തെ വാല്യം 252 പേജ്, ബഹുമാനപ്പെട്ട ഇബ്നുൽ ഇമാദിൽ ഹംബലിയുടെ ഷദറാത്തു സഹബ് ഫി അഖ്ബാരി മൻ സഹബ് എന്ന ഗ്രന്ഥത്തിന്റെ 5ാമത്തെ വാല്യം 139 പേജ്, ബഹുമാനപ്പെട്ട ഇമാം സുർഖാനിയുടെ ഷറഹ് സുർഖാനി അൽ മവാഹിബുൽ ലദുന്നിയയുടെ 1ാമത്തെ വാല്യം 139 പേജിലൊക്കെ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം തന്നെ മുദഫർ രാജാവ് തന്നെ ഈ മൗലിദ് പരിപാടി നടത്താനുള്ള പ്രചോദനം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം നബവിയുടെ ഉസ്താദായ ഷെയ്ഖ് അബൂ ഷാമ എന്നവർ ഹിജ്റ 665 വഫാത്തായവരാണ്. ഏറെക്കുറെ 900ഓളം വർഷമായി അദ്ദേഹം വഫാത്തായിട്ട്. ആ മഹാനായ അബൂ ഷാമ പറയുന്നത് തന്റെ അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 21ാമത്തെ പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. وكان أول من فعل ذلك بالموصل الشيخ عمر بن محمد الملا أحد الصالحين المشهورين وبه اقتدى في ذلك صاحب إربل وغيره رحمهم الله تعالى. കണ്ടോ, മൗസിലിൽ ഈ മൗലിദ് പരിപാടി ഗംഭീരമായി നടത്തിയിരുന്ന ഒരാളുണ്ട്, ഷെയ്ഖ് ഉമർ ബിൻ മുഹമ്മദിൽ മുല്ല എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹത്തിന്റെ മൗലിദ് പരിപാടിയിൽ ആകൃഷ്ടനായതുകൊണ്ടാണ് മുദഫർ രാജാവ് വബിഹി ഇഖ്തദ, അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ടാണ് മുദഫർ രാജാവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ അർത്ഥം മുദഫർ രാജാവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റു ആളുകൾ മൗലിദ് പരിപാടി നടത്തിയിരുന്നു. ഇത് അദ്ദേഹം ബഹുമാനപ്പെട്ട ഇമാം അബൂസാമ മാത്രമല്ല പറയുന്നത്, പണ്ഡിതന്മാരെല്ലാവരും രേഖപ്പെടുത്തിയ കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്സലാനി, ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ ഖസ്സലാനി. മഹാനവർകൾ തന്റെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. വലാ സാല അഹ്ലുൽ ഇസ്ലാം, നിങ്ങൾ എല്ലാവരുമായിരുന്നു യഹ്തഫിലൂന ബി ശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ ജനനമാസത്തെ, ഷെഹ്റു മൗലിദിഹി ജനനമാസത്തെ ആഘോഷിക്കാറുണ്ടായിരുന്നു. വയഅമലൂനൽ വലായിമ, അവർ സദ്യകൾ ഉണ്ടാക്കാറും പതിവായിരുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി ബി അൻവാഇ സ്വദഖാത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം നടന്ന വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ അവർ വിവിധങ്ങളായ സ്വദഖകളും നൽകാറുണ്ടായിരുന്നു. വയുദ്ഹിറൂന സുറൂറ, സന്തോഷ പ്രകടനം നടത്താറുമുണ്ടായിരുന്നു. വയസീദൂന ഫിൽ മബറാത്തി വയഅ്തനൂന ബിഖിറാഅത്തി ഖിസ്സത്തി മൗലിദിഹിൽ കരീം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കിസ്സകൾ, കഥകൾ പറയാറും അവർ പറഞ്ഞുകൊണ്ടും സന്തോഷം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്സലാനി തന്റെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിന്റെ 1ാമത്തെ വാല്യം 139 പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മൗലിദ് പരിപാടി നടത്തുക എന്നത് പഴയകാലത്തേ ഉള്ള സമ്പ്രദായമാണ്. പുതിയ ശൈലിയും രൂപവും ഭാവവും ഒക്കെ കാലത്തിനനുസരിച്ച് ശൈലിക്കനുസരിച്ച് മാറുമെന്നേയുള്ളൂ. അത് നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന പള്ളിയല്ലല്ലോ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന മദ്രസ, പാഠശാലകളല്ലല്ലോ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ശൈലിയും രൂപവും ഭാവവും ഒക്കെ അനുവദനീയമായ രൂപത്തിൽ നമ്മൾ മാറ്റി, അതിന് യാതൊരു തകരാറുമില്ല.
വിഷയം അടിസ്ഥാനപരമായി നേരത്തെ മുസ്ലിമീങ്ങൾ എല്ലാവരും ചെയ്തു വന്നിരുന്നതാണ് എന്നാണ് ഇമാം ഖസ്സലാനി പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. മൗലിദ് പാരായണം, ജന്മദിനാഘോഷം തുടങ്ങിയുള്ള പരിപാടികൾ കേരളത്തിലെ മുജാഹിദുകൾ വളരെ ആവേശപൂർവ്വം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്നു. ഈ അടുത്ത കാലത്താണ് അത് ശിർക്കും വിദേഹത്തുമായി മാറിയത്. 1343 റബീഉൽ അവ്വലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മുജാഹിദിന്റെ മുഖപത്രമായിരുന്ന അൽ-ഇർഷാദ് മാസിക പുസ്തകം 1 ലക്കം 5 158 പേജിൽ കേരളത്തിലെ മുജാഹിദുകൾ നടത്തിയ ഒരു മൗലിദാഘോഷത്തെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അൽ-ഇർഷാദ് മാസികയിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ സന്ദർഭത്തിൽ 2 കൊല്ലമായി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദാഘോഷം ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടിയെന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഏറിയാട് ഓവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട ഈ സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ബാല്യം, മതപ്രചരണം, സ്വഭാവ വൈശിഷ്ട്യം എന്നിങ്ങനെ നബി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മിക്ക ഭാഗങ്ങളെയും കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാര് പ്രസംഗിച്ചു. അർത്ഥമറിയാതെ കുറെ അറബി വാക്യങ്ങൾ വായിച്ചാലേ മൗലൂദ് ശരിപ്പെടുകയുള്ളൂ എന്ന് ശഠിക്കുന്നവർക്കും നീരസം തോന്നാതിരിക്കാൻ വേണ്ടി അറബിയിൽ മൗലൂദ് ഓതുവാനും കുറെ സമയം വിനിയോഗിക്കാതിരുന്നില്ല. യോഗത്തിൽ സംബന്ധിച്ചിരുന്നവർക്കും അല്ലാത്തവർക്കും ഒരു വിരുന്ന് നൽകുകയും ഉണ്ടായി. അപ്പൊ മൗലൂദിൽ കൂടിയവർക്കും കൂടാത്തവർക്കൊക്കെ വിരുന്നും സാപ്പാടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അറബിയിലും മലയാളത്തിലും ഒക്കെ മൗലൂദ് ഓതിയ റിപ്പോർട്ട് കേരള ഐക്യസംഘം, മുസ്ലിം ഐക്യസംഘം എന്ന പേരിലായിരുന്നല്ലോ പഴയ കാലത്ത് മുജാഹിദുകൾ ബോധിച്ചിരുന്നത്. ആ ഐക്യസംഘം നടത്തിയ മൗലൂദിന്റെ റിപ്പോർട്ടാണ് അൽ-ഇർഷാദ് മാസികയിൽ നിന്ന് ഞാൻ വായിച്ചത്. ഇനി കെ മൗലവിയുടെ പ്രത്യേക നേതൃത്വത്തിൽ നടത്തിയിരുന്ന അൽ-മുർഷിദ് പത്രം, ആ അൽ-മുർഷിദ് പത്രത്തിലും മൗലൂദിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തൊന്നില്ലാത്ത ഒരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടാവുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് തേടി നടക്കേണ്ടതില്ല. ഇതൊക്കെ മുജാഹിദിനോടാണ്, ഇപ്പോഴത്തെ ആധുനിക മുജാഹിദിനോട് കെ മൗലവി പറയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് തേടി നടക്കേണ്ടതില്ല. ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് പ്രസ്തുത മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്തു വരുമ്പോൾ മുസ്ലിമീങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി അറിയുന്ന ഏതൊരാൾക്കും ഈ മാസം വരുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ലോകത്തിന് റഹ്മത്തായിട്ടാണ് അള്ളാഹു നബിയെ അയച്ചിട്ടുള്ളത്. ആരാണത് പറയുന്നത്? മുജാഹിദിന്റെ സ്ഥാപക നേതാവായ കെ എം മൗലവി അദ്ദേഹത്തിന്റെ അൽ-മുർഷിദ് മാസികയിൽ ഈ വിഷയം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഇനി ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം 1960 സെപ്റ്റംബർ 1 പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രബോധനം മാസിക. ആ പ്രബോധനം മാസികയിൽ റബീഉൽ അവ്വലിന് സ്വാഗതം എന്ന ഒരു ലേഖനം കാണും. ആ ലേഖനത്തിൽ പറയുന്നത്, മുസ്ലിം ലോകം റബീഉൽ അവ്വലിന്റെ സമാഗതത്തെ സകൗതുകം കാത്തിരിക്കുന്നു. ആബാലവൃദ്ധം ജനങ്ങൾ ആനന്ദ തുന്തിലരായി സാമോദം സ്വാഗതം ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്നു. മുസ്ലിം ദേവാലയങ്ങളും ഭവനങ്ങളും വ്യാപാര സ്ഥലങ്ങളും വെള്ളവലിച്ചും മറ്റും അലങ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു. കമ്പോളങ്ങൾ തോരണങ്ങളാൽ വിധാനിച്ചു തുടങ്ങിയിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ഈ ആവേശത്തിന് എന്താണ് കാരണം? അത് മറ്റൊന്നുമല്ല, ക്രിസ്താബ്ദം 571 ഒരു റബീഉൽ അവ്വലിന്റെ സ്മരണയെ നിലനിർത്തുക എന്നതാണ്. എന്താണ് അന്നുണ്ടായത്? ലോകാനുഗ്രഹിയായ തിരുനബിയുടെ തിരുജന്മം. ഗജവത്സരം റബീഉൽ അവ്വൽ 9-12 തീയതിയിലായിരുന്നു അതുണ്ടായത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നാം നിന്നെ അയച്ചിട്ടില്ല എന്ന് അള്ളാഹു നബിയെ അഭിസംബോധനം ചെയ്ത് പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ കാണാം. ആ നബിവര്യന്റെ അനുയായികളായി ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 60 കോടിയിൽ പരം ജനങ്ങൾ നിവസിച്ചു വരുന്നു. അവരെല്ലാം ഈ സന്തോഷ പ്രകടനങ്ങളിൽ ഭാഗവാക്കായിരിക്കും. റബീഉൽ അവ്വലിന്റെ പിറവി തൊട്ട് ഒടുവരെ ആ മഹാനുഭാവനെ പറ്റിയുള്ള ഗദ്യബദ്ധങ്ങളിലുള്ള പ്രകീർത്തനങ്ങൾ കേൾക്കും. ഇതെല്ലാം നബിയോടുള്ള സീമാതീതമായ പ്രേമത്തിന്റെ ബഹിർപ്രകടനങ്ങളാണെങ്കിൽ അത് എല്ലാ മാസങ്ങളിലും നിർവഹിക്കാം. ഇതൊക്കെ ആര് പറഞ്ഞതാ? നമ്മളെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞതാ. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം 1960 സെപ്റ്റംബർ 1 പുസ്തകം 18 ലക്കം 4
പേജ് 89, 88, 89 പേജുകളിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. അപ്പൊ മുജാഹിദുകളും പണ്ട് മൗലൂദ് ഓതിയിരുന്നു. മുജാഹിദ് പണ്ട് റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നു. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ആഘോഷിച്ചിരുന്നു, ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പിന്നെ എന്ന് മുതൽക്കാണ് ഇത് ശിർക്കായത്? ഇത് ശിർക്കാകാൻ ഏത് ആയത്താണ് ജിബ്രീൽ വരെ ഓഫീസിൽ പിന്നെ കൊടുത്തത്? ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടത് അവർ തന്നെയാണ്. അവർക്ക് വിശദീകരിക്കാനുള്ള അവസരവും ഈ മുഖാമുഖത്തിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയോ മുജാഹിദിന്റെയോ ഏതെങ്കിലും ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വിശദീകരിച്ചതൊക്കെ തെറ്റാണ്, അതൊന്നും ഞങ്ങളുടെ പത്രങ്ങളിലില്ല. ഖുർആൻ ഇത് സംബന്ധിച്ച് ഇന്നത് പറയുന്നു, ഹദീസ് ഇത് സംബന്ധിച്ച് ഇന്നത് പറയുന്നു, അതുകൊണ്ട് മൗലൂദ് ബിദ്അത്ത് തന്നെയാണ്, മൗലൂദ് ശിർക്ക് തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ മാത്രം ആണത്തം വളർന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരോ മുജാഹിദുകളോ ഉണ്ടെങ്കിൽ അവർക്കിവിടെ അവസരമുണ്ട്, അവർക്ക് മുഖാമുഖത്തിൽ അവസരമുണ്ട്. എന്റെ പേര് ഷിഹാബുദ്ദീൻ അരിച്ച്, ഇതേ സ്ഥലമാണ്. എനിക്ക് ചോദിക്കാനുള്ളത് സ്ത്രീ പള്ളി പ്രവേശനത്തെ കുറിച്ചാണ്. സുന്നി പണ്ഡിതനായ NV കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ മുദരീസ് പാടൂർ ഇഹാ ഉലുബുദ്ദീൻ മലയാള പരിഭാഷ 9 പേജ് 169, 170 സ്ത്രീകൾ നമസ്കാരത്തിന് പള്ളികൾ പോകൽ അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാലത്ത് കിഴകൾക്കല്ലാതെ പള്ളിയിൽ പോകൽ അനുവദിക്കലാണ് ഉത്തമം. ഇക്കാലത്തും മധ്യസ്ഥയുള്ള സ്ത്രീകൾക്ക് തന്റെ ഭർത്താവിന്റെ സമ്മതപ്രകാരം പള്ളിയിലേക്ക് പോകൽ അനുവദനീയമാണ് എന്നുത്തരം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? പിന്നെ വേറൊന്ന്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്നതിന്റെ അർത്ഥം കൂടി വിശദീകരിക്കുക. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം വസാലിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്, നമുക്കറിയാം. ആ ഗ്രന്ഥത്തിൽ അങ്ങനെ ഇല്ല. ഇനി പരിഭാഷയിൽ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും എഴുതിയതിന് അത് ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല. പരിഭാഷ ഓരോരുത്തർക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ പരിഭാഷക്കെതിരായത്. അതുകൊണ്ട് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ആ ഭാഗമുണ്ടെങ്കിൽ അത് ഇബാറത്ത് വായിക്കുക. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് മറുപടിയും വിശദീകരണവും ഉണ്ടായിരിക്കും. രണ്ടാമത്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാത്തികളെ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയാൻ പാടില്ല എന്ന ഹദീസ് സംബന്ധിച്ച് വിശദീകരിക്കണം എന്നാണ് ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം. അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിന്റെ 7ാമത്തെ വാള്യത്തിൽ ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ഹദീസ് സംബന്ധിച്ച വിവരം നൽകിയിട്ടുണ്ട്. ഇവിടെ മസാജിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പള്ളികളെ നിങ്ങൾ അള്ളാഹുവിന്റെ സ്ത്രീകൾക്ക്, അടിമകൾക്ക് തടയാൻ പാടില്ല. എന്നാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ എല്ലാ പള്ളികളിൽ നിന്നും തടയാൻ പാടില്ല എന്നാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ ഇഖ്തിലാഫുൽ ഹദീസിൽ വിവരിച്ചത് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? എല്ലാ പള്ളികളിൽ നിന്നും തടയാൻ പാടില്ല എന്ന് അർത്ഥം ഷാഫി ഇമാം പറയാനുള്ള കാരണം, എല്ലാ പള്ളികളിൽ നിന്നുകൂടി തടഞ്ഞാൽ അവർക്ക് മസ്ജിദുൽ ഹറാമിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കാൻ കഴിയാതെ വരും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹജ്ജ് നിർബന്ധമാണ്. ഹജ്ജ് നിർബന്ധമാകുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് തവാഫ്. തവാഫ് ചെയ്യണമെങ്കിൽ മസ്ജിദുൽ ഹറാമിലൂടെ ചെന്ന് പരിശുദ്ധ കഅബാലയത്തിലെത്തി അങ്ങനെ മസ്ജിദുൽ ഹറാമിലും മത്താഫിലുമായിട്ടാണ്, മസ്ജിദുൽ ഹറാമിൽ തന്നെ ഉൾപ്പെടുന്ന മത്താഫിലുമായിട്ടാണ് തവാഫ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യണമെങ്കിൽ തവാഫ് നിർബന്ധമാണ്. ആ തവാഫിന് എത്തിച്ചേരണമെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ അല്ലാതെ തവാഫ് നടക്കുകയില്ല. അതുകൊണ്ട് എല്ലാ പള്ളികളെ തൊട്ടും തടയരുത് എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസിന്റെ 7ാമത്തെ വാള്യം 171ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. ഖുൽതു ലാ യജൂസു ലഹു അൻ യംനഅനാ മസ്ജിദല്ലാഹിൽ ഹറാം ലിഫരീദത്തിൽ ഹജ്ജി വലഹു അൻ യംനഅഹാ മിൻഹു തതവ്വുഅൻ വമിനൽ മസാജിദി ഗൈരിഹി ഖാല ഫലം ഉഖാലിഫിൽ ഹദീസ ബൽ ഹുവ ളാഹിറുൽ ഹദീസ് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹി കുല്ലിഹാ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹി കുല്ലിഹാ. അള്ളാഹുവിന്റെ എല്ലാ പള്ളികളെ തൊട്ടും തടയാൻ പാടില്ല. എല്ലാ പള്ളികളെ തൊട്ടും തടഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ ചെന്ന് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ വരും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് 10 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമുള്ള
മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇഖ്തിലാഫുൽ ഹദീസിന്റെ 7ാമത്തെ വാള്യം 171ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ഹദീസ് സ്ത്രീകൾ പള്ളിയിൽ ജുമാഅക്കും ജമാഅത്തിനും പോകണം എന്ന മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വാദത്തിന് തെളിവല്ല. എന്റെ പേര് കുഞ്ഞിക്കോയ. എനിക്ക് ഒരു പ്രസിദ്ധീകരണത്തിൽ വായിക്കാൻ കഴിഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബ്ദുൽ മൗദൂദിയുടെ ആണ്ട് നേർച്ച പാകിസ്ഥാനിൽ കഴിക്കുന്നു, അവിടുത്തെ വരുമാനം കൊണ്ട് ആ കുടുംബം ജീവിക്കുന്നു. ഇങ്ങനെ വർഷം തോറും അത് ആ അദ്ദേഹത്തിന്റെ മക്ബറയിൽ തന്നെ അത് വളരെ വിപുലമായി കൊണ്ടാടപ്പെടുന്നു വർഷം തോറും എന്ന് ഒരു പ്രസിദ്ധീകരണത്തിൽ വായിക്കാൻ കഴിഞ്ഞു. അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സത്യാവസ്ഥ അറിയാൻ ഞങ്ങള് ആരും ഇപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ മക്ബറയിൽ പോയി നോക്കിയിട്ടില്ല. പക്ഷെ പോയി നോക്കിയ ആള് പറഞ്ഞത് അങ്ങനെയാണ്. അത് ഞാൻ വായിക്കാം. നമ്മളിപ്പോ ഉള്ളതുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്ത നമ്മൾ കാണാത്ത കാര്യം കണ്ടു എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇങ്ങനെ അബുല്ലാല മൗദൂരിയുടെ മക്ബറയിൽ ജാറത്തിങ്കൽ ചെന്നിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോ ചന്ദനത്തിരി കത്തുന്നുണ്ട്. അവിടുത്തെ വരവ് ചെലവ്, അതായത് നമ്മൾ ജാറത്തിലേക്കുള്ള വരുമാന പരിപാടികളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്ന് അവിടെ പോയി സന്ദർശിച്ച നമ്മുടെ അന്തരിച്ച ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീൽ എന്ന് പറയുന്ന ഈ മാസികയുടെ 1986 മാർച്ച് ലക്കത്തിലിറങ്ങിയ സൽസബീലിൽ അദ്ദേഹം വിശേഷങ്ങൾ എന്ന പേരിൽ പുസ്തകം 2 ലക്കം 16 1986 മാർച്ച് ലക്കത്തിലിറങ്ങിയ സൽസബീലിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലാഹോറിൽ, ഞാൻ വായിക്കാം അദ്ദേഹം എഴുതിയത്, ലാഹോറിൽ ഞാൻ മൗദൂദി സാഹിബിന്റെ ഖബർ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്താണ് ഖബർ. 4 വാര വീതി നീളത്തിൽ അല്പം ഉയർത്തിയ സ്ഥലത്ത്. അതിന്റെ മധ്യത്തിൽ നമ്മുടെ നാട്ടിലെ മാതിരി രണ്ടറ്റത്ത് കല്ല് നാട്ടിയിട്ടില്ല. ഖബർ അല്പം ഉയരത്തിലാണെന്ന് മാത്രം. അതായത് നമ്മൾ ജാറം പൊന്തിക്കണ മാതിരി കുറച്ച് ഉയരത്തിലാണ് ജാറം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നർത്ഥം. ജാറെന്ന് പേരിട്ടിട്ടില്ല കേട്ടോ, ഇല്ലാത്തത് ഇല്ലാതെ പറയണല്ലോ. ചില ഭാഗത്ത് പനനീർപ്പൂ പോലെയുള്ള പുഷ്പങ്ങൾ വിതറിയിരിക്കുന്നതും ചന്ദനത്തിരി കത്തിച്ചതും കണ്ടു. രാവിലെ 7 മണിക്കാണ് ഈ സന്ദർശനം. സമയം അതായത് കൊണ്ടായിരിക്കാം അവിടെ ആരെയും കണ്ടില്ല. അപ്പൊ രാവിലെ ആയതുകൊണ്ട് ആളുകൾ മക്ബറയിൽ ആദ്യം വന്നിട്ടില്ല. വൈകുന്നേരമാണെങ്കിൽ ആൾ എത്തുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാനും കൂട്ടുകാരും അവിടെ കുറെ ചുറ്റിക്കറങ്ങി. ഒടുക്കം വീട്ടിന്റെ തെക്കുഭാഗത്തുള്ള ഒരു മുറിയിൽ നിന്ന് ഒരു വയസ്സൻ ഇറങ്ങി വന്നു. അദ്ദേഹവുമായി ഞാൻ സംഭാഷണം നടത്തിയപ്പോ അതിൽ വ്യക്തമായ കാര്യമാണ് ഈ ജാറത്തിന്റെ വരുമാനത്തിന്റെ കാര്യം എന്നൊക്കെ ഉമർ മൗലവി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നേരിൽ പോയി കണ്ടു എന്നാണ് പറഞ്ഞത്, നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും ആ പ്രസിദ്ധീകരണം ഇതിനാസ്പദമാക്കി പറയാനാണ് സാധ്യത. മൗലവി സാഹിബുകൾ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മുമ്പ് ശിർക്കായിരുന്നത് ഇപ്പൊ തൗഹീദാകുന്ന കാലഘട്ടമാണ്. അപ്പൊ നേരത്തെ മൗദൂദിയുടെ മക്ബറയിൽ കിട്ടുന്ന വരുമാനമാണെങ്കിൽ അവിടെ കുഴപ്പമില്ല. മൗദൂദിയുടെ മക്ബറയിൽ ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ അത് വിധേയത്തല്ല. ഒരു വലിയന്റെ മമ്പുറം തങ്ങളുടെ അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഇങ്ങനെ വലിയ ഇമാം ഷാഫിയുടെ മക്ബറയിൽ ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ അത് വിധേയത്താണ്. ഞങ്ങളുടെ നേതാവിന്റെ മക്ബറയിൽ ചന്ദനത്തിരി കത്തിച്ചാൽ വിധേയത്തല്ല എന്ന വാദമോ മറ്റോ അവർക്കുണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കാം അവിടെ ചന്ദനത്തിരിയും മറ്റു പരിപാടികളുമൊക്കെ നടക്കുന്നത് എന്നാണ് നമ്മുടെ അനുമാനം. ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഫിഖ്ഹ് ഗ്രന്ഥം നമുക്ക് സ്വീകരിക്കൽ അനിവാര്യമാണല്ലോ. എന്നാൽ ഫിഖ്ഹ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഖുതുബയുടെ റുക്നുകൾ അറബിലായിരിക്കണം എന്നും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ മറ്റു ഭാഷയിൽ പറ്റുമെന്നും ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഇതൊന്ന് വിശദമാക്കി തരുക. കേട്ടോ. പിന്നെ ഫിഖ്ഹിന്റെ കിതാബില് ഫർളുകൾ മാത്രം ഖുതുബയുടേത് അറബിയിൽ പറഞ്ഞ് ബാക്കിയൊക്കെ മറ്റു ഭാഷയിലാകാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഫിഖ്ഹിന്റെ കിതാബിൽ എവിടെ അങ്ങ് പറഞ്ഞു? ഇബാറത്ത് വായിക്കേണ്ടതാണ്. അതിലാണ് റുക്നുകൾ മാത്രം അറബി പറഞ്ഞ് മറ്റുള്ളതൊക്കെ പരിഹാരപ്പെടുത്താമെന്ന് ഏത് കിതാബിലാണ് പറഞ്ഞത്? ഒരു കിതാബിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇബാറത്ത് വായിക്കുക. വിശദീകരിച്ചു തരാൻ ഫത്വമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറയുന്നുണ്ട്. 4 അല അർബഅത്തുൽ ഫുഖഹാ ആ കിതാബിലും കൂടി പറയുന്നുണ്ട്. ഫിഖ്ഹിന്റെ 4 മദ്ഹബിന്റെ കിതാബിൽ ഇമാമിങ്ങൾ പറയുന്നുണ്ട്
നിങ്ങൾ തെറ്റിദ്ധരിച്ചു വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ മദാഹിബുൽ അർബ എന്ന ഗ്രന്ഥമായിരിക്കണം ഉദ്ദേശിച്ചത്. മദാഹിബുൽ അർബ ഒരു ഫിഖ്ഹി ഗ്രന്ഥം എന്ന് പറഞ്ഞുകൂടാ. സുന്നത്ത് ജമാഅത്തിനോട് ധാരാളം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വ്യക്തി 4 മദ്ഹബിന്റെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാനെന്ന രൂപത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് മദാഹിബുൽ അർബ. ഇനി ഏതായാലും ശാഫിഈ ഫിഖ്ഹിൽ കിതാബിലും ഖുതുബ പരിഭാഷപ്പെടുത്താം എന്ന് പറയുന്നില്ല. അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇബാറത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വായിക്കാം, അതനുസരിച്ച് വിശദീകരിക്കും. ഇനി അല്ലെങ്കിൽ പിന്നെ വിശദീകരണം മറുപടി അംഗീകരിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ മറുപടി ഇന്നതാണ്. ഖുതുബ പരിഭാഷപ്പെടുത്തണം എന്ന് ഒരു ഫിഖ്ഹിന്റെ കിതാബിലും പറഞ്ഞിട്ടില്ല. അതിന്റെ ഫർള് പരിഭാഷപ്പെടുത്തുക, ഫർള് മാത്രം അറബിയിലാകുക, പ്രധാന ഖുതുബ മുഴുവൻ അറബിയിലാകാൻ അർത്ഥം. കാരണം ഖുതുബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അൽ വസിയ്യത്തു ബി തഖ്വ, തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. തഖ്വ കൊണ്ടുള്ള വസിയ്യത്താണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് നീണ്ടാലും ചുരുങ്ങിയാലും അത് ഫർള് തന്നെയാണെന്ന് എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും ഖുതുബയുടെ വിഷയത്തിൽ ഫർള് അറബിയിൽ പറഞ്ഞ് മറ്റത് മലയാളത്തിൽ പറയുക എന്ന ഒരു രീതി ഫുഖഹാവ് സ്വീകരിച്ചിട്ടില്ല. അതായത് ചോദ്യം, ഇമാമ് സുന്നിയായ ഒരു വ്യക്തി നിസ്കരിക്കുന്നു, ആ വ്യക്തിയുടെ പിന്നിൽ ഒരു മുജാഹിദ് തുടരുന്നു, എന്നാൽ സുന്നിക്ക് ജമാഅത്തിന് കൂലി കിട്ടണോ അതോ മുജാഹിദിന് ജമാഅത്തിന്റെ കൂലി കിട്ടുമെന്നോ എന്തോ വ്യക്തമല്ല. ഏതായിരുന്നാലും മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടാൻ സാധ്യതയല്ല. കാരണം ഈ തുടർന്ന് നിസ്കരിക്കുന്ന സുന്നി മുശ്രിക്കാണെന്ന് അയാളെ വിശ്വാസം. മുശ്രിക്കിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? മുശ്രിക്കിനെ തുടർന്ന് നിസ്കരിക്കാൻ നിൽക്കാറും തന്നെ ശരിയാവില്ല. മുശ്രിക്കിനെ തുടർന്ന് കാഫിറായ ഒരു വ്യക്തിയെ തുടർന്ന് ഒരാൾ നിസ്കരിച്ചാൽ ഓന്റെ നിൽക്കാറും തന്നെ ശരിയാവില്ല. അപ്പൊ മുജാഹിദിന്റെ വിശ്വാസപ്രകാരം കൂലി കിട്ടാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല, നിസ്കാരം തന്നെ ശരിയാവൂല. പിന്നെ മുജാഹിദ് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ സവാദിയും അല്ല എന്നാണ് കേസിൽ പറയാനുള്ളത്. തൽക്കാലം സലാം ചെല്ലുന്നില്ല. കാരണം നിങ്ങളുടെ വിശ്വാസപ്രകാരം മുജാഹിദും അതുപോലുള്ള ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ ഈ പ്രസ്ഥാനമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് പ്രകാരം തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സകം ബിഹിമ കിതാബുല്ലാഹി വസുന്നത്ത് റസൂലില്ല. നിങ്ങളിൽ 2 കാര്യം ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവെച്ചു പോവുകയില്ല. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെ ബിദിനി പ്രധാനമായി തോന്നുന്നത് 1000 ആൾക്കാരുടെ കയ്യടിയും തക്ബീറും ഉണ്ടെങ്കിലും നിങ്ങളായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൈതന്യം മുറുകെ പിടിക്കുന്നത് കൊണ്ട് തന്നെ ബിദിനി പ്രധാനമാകുന്നുവെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നത് സ്വാഭാവികമായും ഗുഡ് ഈവനിങ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം പ്രസംഗമാണെങ്കിൽ കുറച്ചും കൂടി മുന്നിട്ട് വരിക, എന്നിട്ട് നമ്മൾ സമയമൊക്കെ നിശ്ചയിച്ച് ഒരു വ്യവസ്ഥ കണ്ടിട്ട് ഇത് തന്നെ ആദ്യമല്ല ചോദ്യം ഉന്നയിക്കുകയാണ് വേണ്ടത്. സലാം പറയാത്ത നീ. അതുകൊണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു ചോദ്യം ആദ്യം ചോദിക്കാനും മറുപടി പറഞ്ഞിട്ട് പിന്നൊന്ന് ചോദിക്കാം. ഇവിടെ ഇപ്പൊ 3 ചോദ്യം ഒന്നിച്ച് ചോദിച്ചതുകൊണ്ടാണ് മറുപടി പറയാൻ ഒന്ന് വിട്ടുപോയത്. അതൊന്ന് ചോദിക്കുക, അതിന് മറുപടി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ. നാം എവിടെ നിന്ന് എപ്പോൾ വിളിച്ച് സഹായം തേടിയാലും പ്രാർത്ഥിച്ചാലും അതെല്ലാം അപ്പോൾ കേൾക്കാനും അറിയാനും എന്നിട്ട് അതിന് ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് ആത്മാക്കൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് എന്നാണ് മറുപടിയെങ്കിൽ അതിനുള്ള തെളിവെന്ത്? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുഹ്യദ്ദീൻ ശേഖ്, റിഫായി ശേഖ്, മമ്പറുന്തങ്ങൾ, മടവൂർ തുടങ്ങിയവർ ഈ കഴിവ് നൽകപ്പെട്ടവരാണെന്നതിന് തെളിവെന്ത്? അവർക്ക് അള്ളാഹു നിങ്ങൾ തീരെ ശ്രദ്ധിച്ചില്ല. ഒരു ചോദ്യം ചോദിച്ച് അതിന്റെ മറുപടി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തത് ചോദിക്കാം. നാം എവിടെ നിന്ന് എപ്പോൾ വിളിച്ച് സഹായം തേടിയാലും പ്രാർത്ഥിച്ചാലും അതെല്ലാം അപ്പോൾ കേൾക്കാനും അറിയാനും എന്നിട്ട് അതിന് ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് മഹാത്മാക്കൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് എന്നാണ് ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കൾ അതെ നിങ്ങൾക്ക് ഞാൻ മറുപടി കഴിഞ്ഞ ശേഷം പിന്നെയും സംശയം ഉണ്ടെങ്കിൽ പിന്നെയും ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇവരല്ലാത്ത എന്തെങ്കിലും വിളിച്ചു പറയരുത്. ഖുദ്സിയായ ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും രണ്ടാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്ന അള്ളാഹു നബിയുടെ നാക്കിലൂടെ പറയുന്നതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അതിന്റെ ഇസ്തിലാഹ് അറിയാത്ത ആളുകൾ തെറ്റിദ്ധരിച്ചു പോകരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറയുന്നു, അള്ളാഹ് തന്നെയാണ് പറയുന്നത്. എന്ത്? സുന്നത്തായ പ്രവർത്തനങ്ങളെ കൊണ്ട്, സുന്നത്തായ അമലുകൾ ചെയ്തുകൊണ്ട് എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. സുന്നത്തായ അമലുകൾ ചെയ്തുകൊണ്ട് എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും.
അങ്ങനെ അടുത്ത് അവന്റെ കൈയും കാലും കണ്ണും കാതും ഞാനാകുന്ന ഒരവസ്ഥയിലേക്ക് അവനെത്തും. കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സുറു ബിഹി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് റിജ്ലഹുല്ലദീ യംശീ ബിഹാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അല്ലാഹു തആല ഈ ഖുദ്സിയായ ഹദീസിലൂടെ വിവരിക്കുന്നു. അവൻ നടക്കുന്ന കാല് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും.